എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP 3ാം സെമസ്റ്ററിലേക്കുള്ള കോളേജ് മാറ്റം, അതുപോലെ തന്നെ തേർഡ് സെമസ്റ്റർ കോളേജ് ആൻഡ് മേജർ ചേഞ്ചിനുള്ള നിങ്ങളുടെ മേജർ മാറ്റത്തിനുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപേക്ഷ വിദ്യാർത്ഥികളുടെ അഡ്മിഷന് പോകുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP തേർഡ് സെമസ്റ്ററിലേക്കുള്ള കോളേജ് ആൻഡ് കോഴ്സ് മേജർ ചേഞ്ചിനുള്ള മാറ്റത്തിന് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അഡ്മിഷന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പ്രസിദ്ധീകരണത്തിന് 3ാം സെമസ്റ്റർ FIUGP FIIMB ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാൻസ്ഫറിനായുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ പ്രവേശനം ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൽ 14/7/2025 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഹാജരാകേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ കോളേജിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ നേരിട്ട് ഹാജരാകുന്നതിന് പകരം പ്രതിനിധി അയക്കാം എന്നാണ്. അതിപ്പം ചില വിദ്യാർത്ഥികൾ ഉണ്ടാവുമല്ലോ, ഒരു കോളേജല്ല 2-3 സ്ഥലത്ത് അപേക്ഷിച്ചവർ, 2-3 കോളേജിൽ അപേക്ഷിച്ചവർ, അങ്ങനെയുള്ളവർക്ക് വിദ്യാർത്ഥി തന്നെ പോകണമെന്നില്ല, വിദ്യാർത്ഥിയുടെ പ്രതിനിധി എന്ത് ചെയ്യാം. അതായത് ഇപ്പം ഉദാഹരണം പറയാം, ഒരു വിദ്യാർത്ഥിക്ക് 2 കോളേജിൽ ഇപ്പോൾ പോകാൻ പറ്റില്ല. അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം, ഒരു കോളേജിൽ വിദ്യാർത്ഥിക്കും പോകാം, മറ്റൊരു കോളേജിൽ പ്രതിനിധീനെയും അയക്കാൻ സാധിക്കുന്നതാണ്. പ്രവേശനം ഉറപ്പിച്ച ശേഷം മാത്രം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ നിന്നും വിടുതൽ വാങ്ങി ട്രാൻസ്ഫർ ലഭിച്ച കോളേജിൽ 15/7/2025 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കകം പ്രവേശനം നേടേണ്ടതാണ്. അതായത് നിങ്ങൾ പുതിയ കോളേജിൽ പ്രവേശനം ഉറപ്പിച്ച ശേഷം മാത്രം പഴയ കോളേജിൽ നിന്നും TC വിടുതൽ ചെയ്ത് ജൂലൈ 15 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പ് പ്രവേശനം നേടേണ്ടതാണ്. 14 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കോളേജിൽ റിപ്പോർട്ട് ചെയ്യാത്തവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല. 10 മണിക്ക്, അതായത് നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന കോളേജിൽ രാവിലെ 10 മണിക്ക് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ പ്രവേശനം ലഭിക്കുന്നതല്ല. ഇനിയും ഒന്നും കൂടി ഉണ്ട്, എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളുണ്ട്, നമുക്ക് നോക്കാം. 3ാം സെമസ്റ്റർ FIUGP FIIMB ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ നേടാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ 1-2 സെമസ്റ്ററുകളുടെ മാർക്കിൻ്റെ വെയിറ്റേജ് കണക്കാക്കി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റാണ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും സെക്കൻഡ് സെമസ്റ്ററിൻ്റെയും മാർക്ക് പരിഗണിച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ജൂലൈ 14 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കോളേജിലുണ്ടെങ്കിൽ പ്രതിനിധി അയക്കാം. ജൂലൈ 15 ചൊവ്വാഴ്ചക്കകം കോളേജിൽ ഹാജരാവണം. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രിൻസിപ്പൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം നൽകേണ്ടതാണ്. പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളിൽ നിന്നും 420 രൂപ ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും 420 രൂപ ഈടാക്കുന്നതാണ്. 420 രൂപ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് സഹിതം, പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് സഹിതം ജൂലൈ 16 സർവകലാശാലയിൽ സമർപ്പിക്കേണ്ടതാണ്. അത് കോളേജുകാർ ചെയ്യേണ്ട പരിപാടിയാണ്. ജൂലൈ 14 തിങ്കളാഴ്ച 10 മണിക്ക് ട്രാൻസ്ഫർ ലഭിക്കേണ്ട കോളേജിൽ റിപ്പോർട്ട് ചെയ്യാത്തവരെ ട്രാൻസ്ഫറിന് വേണ്ടി പരിഗണിക്കുന്നില്ല. അത് ജൂലൈ 14 തിങ്കളാഴ്ച നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്തില്ല, 10 മണിക്ക് കോളേജിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ട്രാൻസ്ഫറിനായി പരിഗണിക്കുന്നില്ല. ഒന്നിൽ കൂടുതൽ കോളേജിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് പ്രതിനിധിനെ അയക്കാൻ സാധിക്കുന്നതാണ്. മേൽനിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാൻ വേണ്ട നടപടിക്രമങ്ങൾ കോളേജുകൾ സ്വീകരിക്കേണ്ടതെന്ന് അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.